2 മാസത്തിനുള്ളിൽ വലിയൊരു സമരം കേരളത്തിൽ വരാനിരിക്കുകയാണ്. ജനാധിപത്യപരമായിട്ടുള്ള സമരമാണ്. ആ സമരത്തിൽ ഗവൺമെന്റ് ഇവിടെ ഒലിച്ചു പോവുക തന്നെ ചെയ്യും. കൃഷിക്കാരന് വേണ്ടത്ര സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല. അവന്റെ അധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം അവർക്ക് നൽകുന്നില്ല. അതിനെതിരെ പ്രതിഷേധിക്കുന്നവരെ അവരുടെ മുഖത്ത് പോലും നോക്കുന്നില്ല ഗവൺമെന്റ്. കേന്ദ്രമായാലും സംസ്ഥാനമായാലും. കേന്ദ്രത്തെ നമുക്കറിയാം, കർഷക സമരത്തോട് കേന്ദ്രം നടത്തിയ സമീപനം അങ്ങനെ ആയിരുന്നല്ലോ. അതിനൊരു വിലയും കൽപ്പിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പൊ കേരളത്തിൽ ആശാവർക്കർമാർ അവരുടെയൊക്കെ സേവനങ്ങൾ ഒരുതരം മാതൃത്വ തുല്യമായിട്ടുള്ള സേവനങ്ങളാണ് ആശാവർക്കർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീടുകളിലും അതുപോലെ തന്നെ സേവന കേന്ദ്രങ്ങളിലുമൊക്കെ അവര് ജനങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരന്മാർക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ, ആ സേവനങ്ങളുടെ പേരിൽ അവര് സമരം നടത്തി. അതിന് ഗവൺമെന്റിന്റെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് മാസങ്ങളോളം ഒരു സമരം നടത്തി. ആ ആശാവർക്കർമാരെ നിരാശാവർക്കർമാരായി മാറ്റിയെന്നല്ലാതെ അവർക്ക് വേണ്ടി ഒരു വിധത്തിലുള്ള ആനുകൂല്യവും നൽകാൻ സർക്കാർ ആ സമരത്തിന്റെ പേരിൽ തയ്യാറായില്ല. ഇപ്പൊ ഇലക്ഷൻ വന്നുകൊണ്ട് എന്തൊക്കെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു കേൾക്കുന്നു. പക്ഷേ അവര് ആവശ്യം ഉന്നയിച്ച സന്ദർഭത്തിൽ അവരെ അങ്ങേയറ്റം നിരാകരിച്ചൊരു സമീപനമാണ് ഗവൺമെന്റിൽ നിന്നുണ്ടായത്. ഈ തൊഴിൽ വിരുദ്ധത ഇത് വാസ്തവത്തിൽ അതിപ്പോ കേരളം ഭരിക്കുന്ന സർക്കാർ തൊഴിലാളി സർക്കാരാണല്ലോ എന്നാണല്ലോ പറയപ്പെടുന്നത്. പക്ഷെ അവര് ഇവിടെ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് എടുക്കുന്നത്, കേന്ദ്രം ചെയ്യുന്നത് പോലെ തന്നെ. അത് മാർക്സ് പാർട്ടിയുടെ മുൻകാല നേതാക്കളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. കോർപ്പറേറ്റുകൾ എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് അവരുടെ ലാഭം മാത്രമാണ്. അതിനെ മാത്രം അനുകൂലിക്കുന്ന, അതിനുവേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ തൊഴിലാളി വിരുദ്ധ ഗവൺമെന്റുകളായിട്ട് കേന്ദ്രവും സംസ്ഥാനവും മാറുമ്പോൾ അതിനെ ഇവിടെ നിന്നും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് തൊഴിലാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് STUവിന്റെ ഈ സമ്മേളനം ഇവിടെ പറയുകയുണ്ടായി. എന്നതുപോലെ തന്നെ STU നടത്തുന്ന ഒരുപാട് സമരങ്ങൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് നടത്തുവാൻ സാധിച്ചു. എന്നാൽ സമരങ്ങളോടൊക്കെ പിന്തിരിഞ്ഞു നിൽക്കുന്ന ഗവൺമെന്റ് ഒരു കാര്യം മനസ്സിലാക്കണം, ഏറ്റവും വലിയൊരു സമരം വരാനിരിക്കുന്നു എന്നുള്ളതാണ്. 2 മാസത്തിനുള്ളിൽ വലിയൊരു സമരം കേരളത്തിൽ വരാനിരിക്കുകയാണ്. ജനാധിപത്യപരമായിട്ടുള്ള സമരമാണ്. ആ സമരത്തിൽ ഗവൺമെന്റ് ഇവിടെ ഒലിച്ചു പോവുക തന്നെ ചെയ്യും. പുതിയൊരു ഗവൺമെന്റ് വരും. ഐക്യജനാധിപത്യ മുന്നണി ഇൻഷാ അല്ലാഹ് അധികാരത്തിൽ വരും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അപ്പോഴും വല്ല തൊഴിൽ വിരുദ്ധ സമീപനവും ഗവൺമെന്റ് എടുക്കുകയാണെങ്കിൽ രാഷ്ട്രീയം നോക്കാതെ നിങ്ങൾ സമരം ചെയ്യണം എന്നാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്. അത് തിരുത്താനുള്ള ശക്തി തൊഴിലാളികൾ തിരുത്തുന്നവരാണല്ലോ. തൊഴിലാളികൾ നിർമ്മിക്കുന്നവരും അതേ അവസരത്തിൽ തിരുത്തുന്നവരുമാണ്. ഏത് കാര്യത്തിലും നിർമ്മിക്കുവാനും തിരുത്തുവാനുമുള്ള അവകാശം തൊഴിലാളികൾക്കുണ്ട് എന്നുള്ളത് തന്നെയാണ്.